2.5-3 വർഷത്തിന് ശേഷം ഫുഡ് അടിക്കാനായിട്ട് ന്യൂ ഇയറിൽ വന്നിരിക്കുകയാണ്. ഫുഡ് അടിക്കാനാണ് വന്നിരിക്കുന്നത്. ആ കൊച്ചണ്ണനല്ലോ അബിക്കുട്ടൻ സ്പോൺസർ ചെയ്യുന്ന ഫുഡ് കഴിക്കാനായിട്ട് അല്ലേ വിൻഡ്രോ കൊച്ചണ്ണ വായോ പിടിച്ചിട്ട് നിന്നെ ആദ്യം അടിക്കും മതി. വെക്കേഷൻ മൂടല്ലേ, എല്ലാം ഒരു മൂടാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കോസ്റ്റ്യൂം. കൈലി ആൻഡ് ടീഷർട്ട്. യാ സോ മീ. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ വർഷങ്ങളല്ലേ സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് 1500 മീറ്റർ ഓടാൻ പോകുമായിരുന്നു. അന്നേരം ഞങ്ങളുടെ NCC സാർ തന്നതാ, സ്പോർട്സ് സാർ തന്നതാ. ഇതുവരെ ഞാനും വലുതായിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കോസ്റ്റ്യൂം. ഇതുപോലെ സമയം 12:45. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല നമ്മുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പുട്ടും കടലക്കറിയും പഴമാണ് കഴിക്കുന്നത്. നമുക്ക് വീഡിയോയിലൊക്കെ നോക്കാം, അല്ല പാത്രത്തിൽ നോക്കാം. പുട്ട് കഴിച്ചതിന് ശേഷം അടുത്തതായിട്ട് എന്ത് എന്നതിനുള്ള ഉത്തരവാണ് ഞങ്ങൾ പുസ്തകം വായിക്കാമെന്ന് വിചാരിച്ചു. രാത്രി 12-1 മണിക്ക് നമുക്ക് വെബ് സീരീസ് കാണുന്നതിന് അതാണ് ഒരു കിക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് 12 മണി വരെ കിടന്നുറങ്ങുക. അപ്പം ഞാൻ വായിച്ച പുസ്തകം തന്നെയാണ് ഹൂ മൂഡ് മൈ ചീസ് എന്ന് പറയുന്നതായിട്ടുള്ള പുസ്തകം ഞാൻ വായിച്ചതല്ല. ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. താങ്കൾ എന്താണ് സെലക്ട് ചെയ്യുന്നത്? ദൈവത്തിന്റെ ചാരന്മാർ. നീ ദൈവത്തിന്റെ ചാരനാണല്ലേ? എനിക്ക് ചാരന്മാരുണ്ട്. ലോയോളയില്, ഡൽഹിയിലേക്കില്ല, എല്ലായിടത്തും എനിക്ക് ചാരന്മാരാണ്. ഈ വായിച്ചാണോ? ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ നല്ല ബുക്കാണ് കേട്ടത്. ഓക്കെ, അപ്പൊ പുസ്തകം വായിക്കാം. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം തൂരി നിൽക്കും തൂക്കടിയല്ലേ, ആകാശം പാടുമ്പോൾ വിഹാരം പെയ്യുമ്പോൾ കതിരൊളികൾ. ആരാണ് ഫ്രെയിമിൽ മാറി നിൽക്കും? ഫ്രെയിമിൽ നിന്ന് മാറി നിൽക്കും. പറന്നു പറന്നു ലിറിക്സ് ഒക്കെ നോക്കി. അത് കുഴപ്പമില്ല. അടുത്ത ഇത് പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും പൊന്നാറ്റിനക്കരത്തു നിന്നു പൊന്നാരം ചൊല്ലി നീ.